സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ശക്തമായ കാറ്റിൽ മരം വീണതോടെ പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ, നെടുമങ്ങാട് തുടങ്ങിയ ഇടങ്ങളിൽ ഇന്നലെ വൈകുന്നേരം തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും ആയിട്ടില്ല. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. രാവിലെ 5:55 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 8:45 മാത്രമേ പുറപ്പെടൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഗുരുവായൂർ, തിരുവനന്തപുരം ഇന്റർസിറ്റിയും വൈകിയാണ് സർവീസ് നടത്തുന്നത്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും ചേരും മഴ വിവരങ്ങളുമായി. ആദ്യം പോകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ദുരിത പെയ്ത്താണ്. എങ്ങനെയാണ് ഇന്നത്തെ അലേർട്ടുകൾ? നമുക്ക് ആദ്യം അതേക്കുറിച്ചൊന്ന് പറയാം. അറിയാം. ഗുഡ് മോർണിംഗ്. എന്തായാലും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു. കരയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വലിയ രീതിയിൽ കാറ്റ്, കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ കാറ്റ് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. മണിക്കൂറിൽ 65 കിലോമീറ്റർ സ്പീഡിലായിരിക്കും കാറ്റ് വീശുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതിൻ്റെ ഒരു പ്രഭാവം കേരളത്തിൽ പലയിടങ്ങളിലും അനുഭവപ്പെടുകയും ചെയ്തു. അതുതന്നെയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അലർട്ട് പ്രകാരം 3 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, ഒപ്പം തന്നെ ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. എങ്കിൽ പോലും തന്നെ ശക്തമായ മഴ എല്ലാ ജില്ലകളിലും സംഭവിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഓരോ സമയവും നൗകാസ്റ്റിന്റെ മുന്നറിയിപ്പുകൾ വരും. ഓരോ ജില്ലകളിലും അടുത്ത 3 മണിക്കൂറുകളിൽ റെഡ് അലർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നുള്ള നിർദ്ദേശവും കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ മഴ ഓരോ ജില്ലയിലും ലഭ്യമാവുകയും ചെയ്യുന്നു. ഇതുമൂലം കനത്ത നാശനഷ്ടങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പോലും സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ ഡാമുകളുടെ ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മുൻകാലങ്ങളിൽ, അതായത് 2018 പ്രളയ സമാനത്തിന് സാഹചര്യം, അതേ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ രീതിയിൽ കാരണം ഈ സമയത്ത് ഡാമുകൾ ഏകദേശം 14.5% വെള്ളം മാത്രമാണ് വേണ്ടതെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ 37% വെള്ളം പല റിസർവയറുകളിലും പല ഡാമുകളിലുമായി ഉണ്ട് എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതേ രീതിയിൽ അടുത്ത 3 ദിവസം കൂടി മഴ പെയ്താൽ ജൂൺ 1-ന് വലിയ രീതിയിൽ ഒരു വെള്ളം ഡാമുകളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയാണ് ഇത്തരത്തിൽ വിദഗ്ധർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 2018 സമാനമായ രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. അതായത് നിലവിൽ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് പരമാവധി സംഭരിച്ചത് ഏകദേശം 36% മാത്രമാണ് വെള്ളം നിറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും തന്നെ മറ്റ് ഡാമുകളിൽ, ഇരട്ടയാർ അടക്കമുള്ള ഡാമുകളിൽ കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അഞ്ചുരുളി, ഒപ്പം തന്നെ പൊന്മുടി, കല്ലാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഡാമുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. 3 റിസർവയറിലും സമാന സാഹചര്യമാണുള്ളത്. കൂടുതൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ഡാമുകളിലെയും ഷട്ടറുകൾ പരമാവധി തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും തന്നെ ഈ ഒരു സാഹചര്യം, അതായത് ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ രീതിയിൽ മഴ പെയ്താൽ അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും KSEBയുടെ ഒരു ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിലത്തെ ജലവർഷം അവസാനിക്കാതിരുതേ ഇരിക്കുകയും റിസർവയറുകളിൽ ഏകദേശം 1542.465 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് നിലവിലുള്ളത്. അതായത് 500 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള വെള്ളം ഉണ്ടാകേണ്ട ഇടത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ശതമാനത്തിലേക്ക് ഒരു 1000-ലധികം ദശലക്ഷം വെള്ളം ഇത്തരത്തിൽ പല റിസർവയറുകളുമായും പല ഡാമുകളിലുമായി ഉള്ളത് എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള കരുതൽ നടപടി എന്ന രീതിയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഓരോ ജില്ലാ ഭരണകൂടങ്ങളും നൽകുന്നുണ്ട്. പരമാവധി പലയിടങ്ങളിലെയും കഴിഞ്ഞ ദിവസം തന്നെ നദികളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം, കോഴിക്കോട്, വയനാട്, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലെ പ്രധാനപ്പെട്ട നദികളിലൊക്കെ കൃത്യമായ രീതിയിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ട് ഒരു കാരണവശാലും നദിയിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ നദി മുറിച്ചു കടക്കാനോ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം ലഭിച്ചാൽ ഈ നദികൾക്ക് സമീപം താമസിക്കുന്നവർ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മാറി താമസിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി
കൃത്യമായി പാലിക്കണം. അതായത് ജാഗ്രതയാണ് വേണ്ടത്, ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. അത്തരത്തിൽ കൃത്യമായ മുന്നറിയിപ്പുകളോടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്തായാലും നിലവിൽ വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസം നമ്മുടെ IMD ഡയറക്ടർ നമ്മോട് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. 31-ാം തീയതി വരെ, അതായത് നാളെ വരെ കൃത്യമായി വലിയ രീതിയിൽ വ്യാപക മഴയുണ്ടാകും. ജൂൺ 1-ന് ശേഷം ഈ മഴയുടെ തോത് വലിയ രീതിയിൽ കുറയുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. ശരി, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതാണ് പ്രധാനപ്പെട്ട കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. VV അരുൺ ഉണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് ഇന്നലത്തെ ഒരു സാഹചര്യം നോക്കിയാൽ കനത്ത മഴയേക്കാൾ കൂടുതൽ നാശം വിതച്ചത് കനത്ത കാറ്റായിരിക്കും എന്ന് പറയാം, അല്ലെ? ഇന്നലെ വൈകുന്നേരം മുതൽ അത്രത്തോളം ശക്തമായ കാറ്റായിരുന്നു നിരന്തരം ഇങ്ങനെ വീശിയടിച്ചുകൊണ്ടേയിരുന്നത്. മരങ്ങൾ എല്ലാ മേഖലകളിലും കടപുഴകി വീണു എന്നുള്ള വാർത്ത ഓരോ നിമിഷവും വന്നുകൊണ്ടിരുന്നു. വലിയ വലിയ അപകടങ്ങളൊക്കെ തലനാരിഴയ്ക്കാണ് ഒഴിവായി പോയത്. ഇപ്പോൾ അരുണിന്റെ ഫ്രെയിമിൽ തന്നെ കാണാം മറ്റൊരു മരം ഇത്തരത്തിൽ കടപുഴകി വീണത് മുറിച്ച് മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ. അതുതന്നെയാണ് ആര്യ. തലസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ശക്തമായ മഴ, അതിലും ശക്തമായ കാറ്റ്, വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ഈ മരം കടപുഴകി വീണതും ഒടിഞ്ഞു വീണതും ഒക്കെ തന്നെയാണ്. ഞാനിപ്പോൾ കണ്ണമ്മൂലയാണുള്ളത്. കണ്ണമ്മൂല ഒരു വീട്ടിനുള്ളിൽ നിന്നൊരു പ്ലാവാണ് ഒടിഞ്ഞു വീണത്. അത് മതിലും ഗേറ്റും ഒക്കെ തകർത്ത് ഇപ്പോഴും റോഡിൽ കിടക്കുന്നത്. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും ഇത് മാറ്റാൻ ഫയർഫോഴ്സ് എത്താനുള്ള സംവിധാനം പോലും ഇതുവരെ ആയിട്ടില്ല. കാരണം ഫയർഫോഴ്സിന് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഉറക്കമില്ലാത്ത മണിക്കൂറുകളായിരുന്നു. വൈകുന്നേരം തുടങ്ങിയത് നമ്മൾ തന്നെ 5-6 സ്ഥലങ്ങളിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നേരിട്ട് കണ്ടിരുന്നു. അത്തരത്തിൽ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഇങ്ങനെ മരം വീണതും മതിൽ ഇടിഞ്ഞു വീണതും മരം കടപുഴകിയതുമായ നിരവധി സംഭവം, ഫ്ലക്സ് ബോർഡ് മറിഞ്ഞു വീണ സംഭവങ്ങളുണ്ടായി. അങ്ങനെ നഗരത്തിന്റെ എല്ലായിടത്തും ജില്ലയിൽ പൊതുവിൽ അതായിരുന്നു സാഹചര്യം. അതിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഫീൽഡിൽ തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്താൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ട്. റെയിൽവേ ട്രാക്കിൽ ഇന്നലെ വൈകുന്നേരമാണ് കഴക്കൂട്ടത്ത് യാർഡിനോട് ചേർന്നും അതുപോലെ കടക്കാവൂരും മരം ട്രാക്കിലേക്ക് വീണത്. കഴക്കൂട്ടത്ത് ആദ്യം തന്നെ മാറ്റിയെങ്കിലും കടക്കാവൂർ മണിക്കൂറുകൾ വേണ്ടി വന്നു. പല ട്രെയിനുകളും ഇന്നലെ രാത്രി വൈകി. രാത്രി 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തേണ്ട കോഴിക്കോട് നിന്ന് ജനശതാബ്ദി എക്സ്പ്രസ് എത്തിയത് വൈകിട്ട് പുലർച്ചെ 1:45 അതുകൊണ്ട് തന്നെ ശതാബ്ദി ഇന്ന് തിരികെ പോകുന്ന സമയത്തിന് മാറ്റമുണ്ട്. രാവിലെ 6 മണിക്ക് മുമ്പ് പോകേണ്ട ട്രെയിൻ 8:45 മാത്രമേ യാത്ര തുടങ്ങൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ പല ട്രെയിനുകളും, ശതാബ്ദിയുടെ മാത്രമല്ല പല ട്രെയിനുകളും ഇത്തരത്തിൽ വൈകി ഓടുകയാണ്. പല ട്രെയിനുകൾക്കും കൃത്യമായ സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലാണ് തലസ്ഥാനത്തെ പൊതു അവസ്ഥ. ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. ശക്തമായ മഴ ഇപ്പോൾ ഇവിടെ ഇല്ല. എങ്കിലും ഇത് ഇന്നലത്തെ മഴയും കാറ്റുമുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ മരങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം അപകട ഭീതിയിൽ തന്നെയാണ്. നമുക്കറിയാം തലസ്ഥാനത്തിന്റെ പ്രത്യേകത റോഡുകൾ നിരവധി തണലുള്ള മരങ്ങളുള്ള റോഡുകളാണ്. പക്ഷേ ആ തണൽ വരുമ്പോൾ തന്നെ ആ രീതിയിലുള്ള അപകടം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പലയിടത്തും ഇത്തരത്തിൽ മരങ്ങൾ വീണുള്ള അപകടം. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ മരം വീണ് നമ്മൾ ഇന്നലെ കണ്ടതാണ് കാട്ടാക്കടയിൽ. അങ്ങനെ പലയിടത്തും അത്തരം പ്രശ്നങ്ങളുണ്ട്. ആ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും ഈ CITU പ്രവർത്തകർക്ക് ഇടപെട്ട് ഇവിടെ ഈ റോഡിൽ വീണ മരം മാറ്റുകയാണ്. ഇന്ന് രാത്രി മുതൽ ഇവിടെ ഈ ഒരു ബൈ റോഡാണെങ്കിൽ പോലും ഇവിടെ ഗതാഗതം വാഹനങ്ങൾ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വീട്ടുകാർ സ്വാഭാവികമായും ഭയത്തിലാണ്. കാരണം ഇവിടെ നിരവധി മരങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇങ്ങനെ എല്ലായിടത്തും ഒരിടത്തെ കാഴ്ച മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുന്നു എന്ന് മാത്രമാണ്. മരത്തിന്റെ അടിഭാഗത്ത് മതിലിന്റെ പാളികളും കോൺക്രീറ്റ് പാളികളുമുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ മാറ്റാനുള്ള പ്രയാസമൊക്കെ ഉള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നഗരത്തിൽ എല്ലായിടത്തും. കടൽക്ഷോഭം മറുഭാഗത്ത് അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. തീരദേശ മേഖലകളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ട്. അവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഈ മലയോര മേഖലകളിൽ അതിശക്തമായ കാറ്റ് വലിയ നാശം വിതച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലൊക്കെ അതുതന്നെയാണ് അവസ്ഥ. റെയിൽ ഗതാഗതം മുടങ്ങി, ചിലയിടത്തൊക്കെ റോഡ് ഗതാഗതവും ആ രീതിയിൽ മുടങ്ങി. ഇന്നലെ രാത്രി 7 മണിയോടുകൂടി പലയിടത്തും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. അതിനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മണിക്കൂറുകളോളം ആയ ആളുകൾ ഇരുട്ടിലാണ്. ഇരുട്ട് മാറ്റാനുള്ള പ്രയത്നത്തിലാണ് KSEB. പക്ഷേ എല്ലായിടത്തും ദൂരസ്ഥലത്ത് മാത്രം പ്രശ്നം. പലയിടത്തും വരെ മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന് മുന്നിലൊക്കെ വൈദ്യുതി പോസ്റ്റുകൾ കൂടി ഒടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. മെഡിക്കൽ കോളേജിലേക്കുള്ള ഗതാഗതം പോലും മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ രീതിയിൽ വലിയ നാശനഷ്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നും മഴയും
കാറ്റുമൊക്കെ തുടരുമെന്ന മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ ഉള്ളത്. അതിൻ്റെതായ ജനങ്ങളെ ആശങ്ക വേണ്ട എന്ന് അധികൃതർ പറയുമ്പോഴും ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾ പലയിടത്തുമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായും അതാണ് തലസ്ഥാന ജില്ലയിലെ ഒരു സാഹചര്യം. വി അരുണാണ് വിവരങ്ങൾ നമ്മളുമായി പങ്കുവെച്ചത്. ഇനി നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോകാം. നവമി ദിനേശ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം? ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയാണോ ഇന്നലെ രാത്രി മുഴുവൻ അവിടെ പെയ്തത്? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നലെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ചൊരിയുന്ന മഴ തന്നെയാണ്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് സാധാരണ ഒന്ന് മഴ പെയ്താൽ ഒരു 10-15 മിനിറ്റ് നിർത്താതെ മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉറപ്പാണ്. പക്ഷെ ഇത്തവണ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. കോർപ്പറേഷൻ വേണ്ട രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായി ഒരു പരിധിവരെ വെള്ളക്കെട്ട് ഇത്തവണ കൊച്ചി ഒഴിവാക്കിയിട്ടുണ്ട്. കൊച്ചി വെള്ളക്കെട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ കഴിയും. എന്നാലും നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചില ഇട റോഡുകളിലും മറ്റിടങ്ങളിലും ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന, ചെറിയ രീതിയിലെങ്കിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലിൽ പോകുന്നതിന്. എപ്പോഴും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് തീരപ്രദേശത്തുള്ളവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണമാലി ഭാഗത്തുള്ളവരാണ്. അവിടെ വീടുകളിൽ വെള്ളം കയറുകയും ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അവരുടെ ഒരു ദുരിതം അത് ഇങ്ങനെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് മഴയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും ഭീഷണിയായി നിൽക്കുന്നത് ഈ മരങ്ങൾ തന്നെയാണ്. മരങ്ങൾ ഈ വാഹനങ്ങളുടെ മുകളിലും റോഡിലും ഒക്കെ വീഴുന്നത്, ട്രാക്കിലൊക്കെ വീഴുന്നത്. എന്തായാലും ഇന്ന് അത്തരത്തിലുള്ള മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലയിലുള്ളവരൊക്കെ കടുത്ത രീതിയിൽ ജാഗ്രത പുലർത്തണം. ഒപ്പം ഈ ടൂറിസം മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടുകളിലേക്കോ ഈ തീരപ്രദേശങ്ങളിലേക്ക്, കടൽ തീരത്തേക്കൊന്നും പോകരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വലിയ ജാഗ്രതയാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ നൽകിയിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട് ചെറിയൊരു ശമനമുണ്ട്. പക്ഷേ ഇത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വലിയ മഴയായിട്ട് തന്നെ പെയ്യുകയും ചെയ്യും. വെള്ളക്കെട്ട് എങ്ങും തന്നെ രൂപപ്പെട്ടിട്ടില്ല. മറ്റ് ദുരിത വാർത്തകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും വലിയ ആശ്വാസകരമായി കാര്യമായി തുടരുന്നുണ്ട്. ആര്യ, തീർച്ചയായും നവമിയാണ് എറണാകുളം ജില്ലയിലെ സ്ഥിതിഗതികൾ പങ്കുവെച്ചത്. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരവാസികളെ സംബന്ധിച്ച് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ ഒരു പരിധി വരെ വിജയം കണ്ടിട്ടുണ്ട് ഇത്തവണ എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ മഴ പെയ്തിട്ട് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കയറി ഗതാഗതമൊക്കെ പൂർണ്ണമായും തടസ്സമാകുന്ന മുൻകാലങ്ങളിലെ അവസ്ഥ ഇപ്പോൾ നിലവിൽ അവിടെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ കടലാക്രമണമൊക്കെ രൂക്ഷമാണ്. കണ്ണമാലി മേഖലയിലൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം ഇരച്ചെത്തുന്നതും അവിടെ താമസിക്കാൻ കഴിയാതെ അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ഇന്നലെ ഉൾപ്പെടെ കണ്ടതാണ്. കാസർഗോഡേക്ക് പോകാം. KV ബൈജു ഉണ്ട് അവിടെ നിന്ന്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും റെഡ് അലേർട്ടാണ് അവിടെ. എങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം? അതിശക്തമായ മഴയാണോ? ഇടതടവില്ലാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണോ? ആര്യ, ഗുഡ് മോർണിംഗ്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ മഴ ലഭിച്ചൊരു സ്ഥലമാണ് കാസർഗോഡ്. ഇന്നലെ മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴ. ഈ കാലവർഷത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഇന്നലെയും അതുപോലെ തന്നെ ഇപ്പോഴുമാണ്. ഏതായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴയോരങ്ങളിലും എല്ലാ പുഴകളിലും, കാസർഗോഡ് ജില്ലയിലെ എല്ലാ പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നേരത്തെയൊക്കെ നൽകിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. വലിയ തോതിൽ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. നമുക്കറിയാം 75 മീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശം. ഇതിൽ 45 മീറ്ററിലധികം കടൽ ഭിത്തി ഇല്ല എന്നത് തന്നെയാണ് ഈ പ്രദേശത്ത് ആശങ്കയുണ്ടാക്കുന്നത്. ഏതായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിലവിൽ മാറിയിട്ടില്ല. എന്തായാലും മഴ ഇനി വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായി തന്നെ തുടരും. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ അത് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനവും. എന്തായാലും മറ്റൊരു ആശങ്കയുള്ളത് ദേശീയ പാതയിലാണ്. ഇന്നലെയും
ദേശീയ പാതയിൽ ഈ റോഡ് ഇടിഞ്ഞ് താഴ്ന്ന സംഭവം ഉണ്ടായി. പ്രത്യേകിച്ച് മാവുങ്കാലിലാണ് ദേശീയപാതയിൽ ഇത്തരത്തിൽ മേൽപ്പാലത്തിൽ വലിയ തോതിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ഈ സിമെന്റ് ഒക്കെ അടന്ന് കമ്പിയൊക്കെ കാണുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചെർക്കള ചട്ടഞ്ചാൽ റോഡാണ് മറ്റൊരു ആശങ്കയുള്ള ഒരു പ്രദേശം. വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ തന്നെ വലിയ ഗർത്തം രൂപപ്പെട്ടത്. അതുപോലെ തന്നെ മട്ലായി കുന്നും വീരമല കുന്നും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ആശങ്കയുള്ളത് കുടക് മേഖലകളിലാണ്. കുടക് മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ കുടക് മേഖലകളിൽ പെയ്യുന്ന മഴ അതിലെ എല്ലാ ജലങ്ങളും എത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ തേജസ്വിനി പുഴയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകുന്ന തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അത് ഒരു വലിയ ആശങ്കയാണ്. കഴിഞ്ഞ കാലവർഷങ്ങളിലൊക്കെ ഈ കുടകിൽ പെയ്ത മഴ അതിശക്തമായ മഴയെ തുടർന്ന് തേജസ്വിനി പുഴ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകിയിരുന്നു. നിരവധി കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ശക്തമായ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഈ ദേശീയപാതയിലെ പരിശോധന, ഡ്രോൺ വെച്ചുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ കുന്നിൻ മുകളിലൊക്കെ എത്രത്തോളം അപകട സാധ്യതയുണ്ടെന്ന് കണ്ടെത്താനാണ് ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഇന്നും ആ പരിശോധന തുടരും. അതിനോടൊപ്പം വിദഗ്ധ സമിതി ഇന്ന് ദേശീയപാതയിൽ സന്ദർശനം നടത്തും. 52 ഇടങ്ങളിലാണ് അപകട സാധ്യത മുന്നറിയിപ്പുള്ളത്. ഏതായാലും മഴ ഈ രീതിയിൽ തന്നെ ശക്തമായി തുടരുകയാണെങ്കിൽ അത് ദേശീയപാത വഴിയുള്ള യാത്ര വലിയ ദുരിതമാക്കും. ഒരു പക്ഷേ ചട്ടഞ്ചാൽ ഈ ചെർക്കള ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോഡ് അത് പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്താം. വഴിതിരിച്ചുവിടുക ചന്ദ്രഗിരി പാലം വഴിയായിരിക്കും. കഴിഞ്ഞ കാലവർഷത്തിൽ നമ്മളത് കണ്ടതാണ്. എന്തായാലും ഈ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ട് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. റാണിപുരം ടൂറിസം കേന്ദ്രം ഉൾപ്പെടെ പള്ളിക്കര ബീച്ച് ഉൾപ്പെടെ പൂർണ്ണമായും സഞ്ചാരികൾക്ക് ഇന്ന് നിരോധനമുണ്ട്. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും തയ്യാറാണെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഇല്ലെങ്കിലും ഈ കൃത്യമായ കരുതൽ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. എന്നാലും മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്നു. ഇന്നലെ ആരംഭിച്ച മഴയാണ്. ഇതുവരെ മഴ തോർന്നിട്ടില്ല. ഈ കാലവർഷത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസങ്ങളായിരിക്കും ഇന്നലെയും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നും. തീർച്ചയായും KV ബൈജു ആണ് കാസർഗോട്ടെ കാര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇന്നും കാസർഗോഡുള്ളത്. കോട്ടയത്തേക്ക് പോകാം നമുക്കിനി. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ? അവിടെ ക്യാമ്പുകളിലേക്കൊക്കെ ഒരുപാട് ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ജില്ലയിലെ സാഹചര്യം? തീർച്ചയായും പടിഞ്ഞാറൻ മേഖലയിലാണ് ദുരിതം തുടരുന്നത്. വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അയ്മനം, തിരുവാർപ്പ്, ഒപ്പം തന്നെ കുമരകം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതിരമ്പുഴ പഞ്ചായത്ത്, ഇവിടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത കിഴക്കൻ വെള്ളം എത്തി പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനി പതുക്കെ ഇറങ്ങി പോവുകയുള്ളൂ. അതാണ് ഈ മേഖലയിലുള്ളവരുടെ ദുരിതം. എന്തായാലും മഴ ശക്തമായി തുടരുന്നു. ഇന്നലെ പകൽ അതിശക്തമായ മഴയാണ് പെയ്തത്. സന്ധ്യ മുതൽ ഒരൽപ്പം മഴ മാറി നിന്നു. പിന്നീട് ഈ കഴിഞ്ഞ പുലർച്ചെ മുതൽ വീണ്ടും മഴ പെയ്യുകയാണ്. ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോട്ടയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നദികളിലെ ജലനിരപ്പ് ഈ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ഒക്കെ ഏറ്റവും ഒടുവിൽ വന്ന വിവരപ്രകാരം ഏതാണ്ട് മുന്നറിയിപ്പ് നിലയിലേക്കൊക്കെ എത്തിയിരിക്കുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. ഈ അപകട നിലയിലുള്ളത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇന്ന് റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ അവധിയാണ്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കെല്ലാം പ്രവേശനത്തിന് നിരോധനമുണ്ട്. രാത്രി ഈ വാഗമൺ റോഡിൽ രാത്രി യാത്രാ നിരോധനമുണ്ട്. അങ്ങനെയുള്ള നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ജില്ലയിൽ തുടരുകയാണ്. ദുരിതം എടുത്തു പറയാനുള്ളത് ഈ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം തന്നെയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈ മഴ ഇന്ന് തോർന്നില്ലെങ്കിൽ അത് വലിയ ദുരിതമായി തന്നെ മാറും. ഈ മീനച്ചിലാറ്റിലൊക്കെ നിറഞ്ഞ് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ വെള്ളം വന്ന് നിറഞ്ഞ് ഒരു വലിയ ദുരിതം തുടരും. കുറേ ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കും ഉണ്ടാകുക. പലയിടത്തും വൈദ്യുതി
ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. വൈക്കം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് വലിയ പരാതിയാണ് ഉയർന്നു വരുന്നത്. അതായത് പ്രശ്നം പലയിടത്തും അതിശക്തമായ കാറ്റുണ്ട്, മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും വൈദ്യുതി കിട്ടാത്ത ചില പ്രദേശങ്ങൾ പോലും ഉണ്ട് എന്ന് നാട്ടുകാരുടെ പരാതി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ് KSEB വിശദീകരിക്കുന്നത്. എന്തായാലും ദുരിതമാണ് കോട്ടയത്ത്. ഈ മലയോര മേഖല ഉൾപ്പെടെ കൂട്ടിക്കൽ, ഒപ്പം തന്നെ ഏന്തയാർ അങ്ങനെയുള്ള മേഖലകൾ, ഇപ്പുറത്ത് അടുക്കമടക്കമുള്ള തീക്കോയി അടക്കമുള്ള മേഖലകളിൽ ഇവിടെ എല്ലാം ഉരുൾപൊട്ടൽ ജാഗ്രത ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റും ഉണ്ട്. എന്തായാലും മഴ തുടരുന്നത് അവിടെയൊക്കെ ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. ആര്യ, തീർച്ചയായും ശ്രീജിത്താണ് കോട്ടയത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവിടെയും ദുരിത പെയ്ത്ത് തന്നെയാണ്. കാറ്റ് വലിയ രീതിയിൽ നാശം വിതയ്ക്കുന്നുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പല മേഖലകളിലും ഇത്തരത്തിൽ വൈദ്യുതി ലൈനിലേക്കൊക്കെ മരങ്ങൾ വീണിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടൊക്കെ പോലും അതൊന്നും പുനഃസ്ഥാപിച്ച് കിട്ടാതെ ജനങ്ങൾ വല്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം. വെള്ളക്കെട്ട് ഭീഷണിയൊക്കെയും പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ക്യാമ്പുകളിലേക്ക് നിരവധി ആളുകളെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെയൊക്കെ റെഡ് അലേർട്ടായിരുന്നു. അതിശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. മലയോര മേഖലയൊക്കെ സുരക്ഷിതമാണോ? ഗുഡ് മോർണിംഗ് ആര്യ. എന്തായാലും പത്തനംതിട്ടയില് മഴ ശക്തമാണ്. പത്തനംതിട്ടയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. ഇന്നലെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് നിരോധനമുണ്ട്. അതിപ്പോഴും തുടരുന്നു. ജൂൺ 1 വരെ, നാളെ വരെ തുടരും ഇത്തരം നിയന്ത്രണങ്ങൾ. കോറികളുടെ പ്രവർത്തനം അടക്കം നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇത് പുനഃസ്ഥാപിക്കുകയും മരങ്ങൾ വെട്ടിമാറ്റുകയൊക്കെ ചെയ്ത് വൈദ്യുതി പോസ്റ്റുകളും നിലം പതിക്കുന്ന ശക്തമായ കാറ്റ് കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ റാന്നി ഭാഗം, പെരുന്നാട് ഭാഗത്തൊക്കെ കാറ്റിന്റെ ഒരു വലിയ ശക്തി കാരണം മരങ്ങൾ കടപുഴകി വീണ് ആ മേഖലയിലോട്ട് ഗതാഗതത്തിനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒപ്പം വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിക്കുന്ന സാഹചര്യം ഉണ്ട്. ഏകദേശം 158ഓളം വൈദ്യുതി പോസ്റ്റുകൾ ഇതുവരെ പല ഭാഗങ്ങളിൽ, ജില്ലയുടെ ഭാഗങ്ങളിൽ കാറ്റും മഴയും കാരണം നിലം പതിച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത്തരമൊരു നഷ്ടവും KSEBക്ക് ഉണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോഴും തുടരുകയാണ്. ഗവി അടക്കമുള്ള കുട്ടവഞ്ചി സവാരി കേന്ദ്രം, അതുപോലെ തന്നെ ശബരിമല പാത, അങ്ങനെ ആ മേഖലകളിലേക്കുള്ള യാത്രകൾക്കാണ് നിരോധനമുള്ളത്. നാളെ വരെയാണ്, ജൂൺ 1 വരെയാണ് നിയന്ത്രണമുള്ളത്. എന്തായാലും കോറികളുടെ പ്രവർത്തനം ജില്ലയിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഉരുൾപൊട്ടലും അതുപോലെ മണ്ണിടിച്ചിലും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം പല സ്ഥലങ്ങളിലും ഈ കാറ്റത്ത്, മഴയോടൊപ്പം വീശിയടയ്ക്കുന്ന കാറ്റത്തും മരങ്ങൾ കടപുഴകി വീടുകളുടെ മുകളിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. അടൂർ അടക്കമുള്ള മേഖലകളിലും, അടൂര് അതുപോലെ തന്നെ പത്തനംതിട്ട പല സ്ഥലങ്ങളിലും ഇന്നലെ കളക്ടറേറ്റിൽ ഒരു മരം വീണും പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസ് കെട്ടിടം തകർന്ന സാഹചര്യമുണ്ട്. അങ്ങനെ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്ന കാര്യം കൂടി ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആളുകൾ പല സ്ഥലങ്ങളിലും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കും. നേരത്തെ മുൻകൂട്ടി തന്നെ ജില്ലാ ഭരണകൂടം ഈ മഴയ്ക്ക് മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അത്തരം അപകടകരമായ മരങ്ങളാണ് ഈ കാറ്റത്ത് മറിഞ്ഞു വീണ് റോഡിലേക്ക് വീണു, അതിൽ വീടുകളുടെ മുകളിലേക്ക് വീണ ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ട്. എന്തായാലും മഴ ശക്തമായ സാഹചര്യത്തിൽ ഇത്തരമുള്ള പ്രശ്നങ്ങൾ കൂടി ജില്ലയിലുണ്ട്. 18 വീടുകൾക്കാണ് ഇത്തരത്തിൽ മരം മറിഞ്ഞു വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. 150ഓളം പോസ്റ്റുകൾക്കും ഒടിഞ്ഞ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പല സ്ഥലങ്ങളിലും വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാലും മഴ ഇപ്പോഴും മലയോര മേഖലയിൽ തുടരുകയാണ്. ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ ഉള്ളത്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ 20 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. നദീതീരങ്ങളിൽ കക്കാട് ആറിന്റെ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കുന്ന നിർദ്ദേശം കൂടി നിലവിലുണ്ട്. നദിയിലെ ജലനിരപ്പ് ഇപ്പോഴും ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. അപ്പം നിലവിൽ അച്ചൻകോൽ, പമ്പ, അതുപോലെ തന്നെ മറ്റു നദികൾ ഉള്ള ആ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നത്. പക്ഷേ ആശങ്കപ്പെട്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതീവ ജാഗ്രത തുടരേണ്ട സമയമാണ്. മുൻകരുതലുകൾ എല്ലാവരും ശ്രദ്ധിക്കണം, അത് പാലിക്കുകയും വേണം. ഈ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഡാമുകളുടെ എല്ലാം ഷട്ടറുകൾ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. ഈ നദീതീരത്തുള്ളവരും ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ആളുകളൊക്കെ ബന്ധുക്കളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറണമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി വരുന്ന ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാനും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും എല്ലാം എല്ലാ പ്രേക്ഷകരും എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഗുഡ് മോർണിംഗ്.
ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ അസാധാരണമായ മഴയാണ് പെയ്തത്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമല്ല, അല്പം കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് അത്രയും മഴ ഇന്ന് പെയ്യുന്നില്ല എന്നൊരു വലിയ ആശ്വാസകരമാണ്. കഴിഞ്ഞ രാത്രിയിലും മഴയ്ക്ക് അല്പം കുറവുണ്ടായിരുന്നു. എങ്കിലും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിൽ ഇന്നലെ വരെ 112 വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ ലഭ്യമായിട്ടില്ല. ഇന്നലെ വരെ 112 വീടുകൾ നശിച്ചിട്ടുണ്ട്. ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും അധികം വീടുകൾ തകർന്നത്. 30 വീടുകൾ ഇവിടെ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നൊരവസ്ഥയുണ്ട്. തൊടുപുഴ താലൂക്കിൽ 18 വീടുകളും തകർന്നു. അപ്പം കഴിഞ്ഞ 6 ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ ജില്ലയിൽ ആകെ 112 വീടുകളാണ് തകർന്നിട്ടുള്ളത്. പേരുപേര ഉടുമ്പൻചോല താലൂക്കുകളിലും വീടുകൾ തകർന്നിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ വിവിധ നിരോധനങ്ങളും തുടരുകയാണ്. ജില്ലയിലെ രാത്രിയാത്ര, മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനം ഇന്ന് രാത്രിയിലും തുടരും. ഒപ്പം വിനോദസഞ്ചാര പ്രവർത്തകർ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാഹസിക വിനോദസഞ്ചാരങ്ങൾ, ഒപ്പം വിനോദങ്ങൾ തുടങ്ങിയൊക്കെയായിരുന്നു നിരോധനമെങ്കിൽ ഇപ്പോൾ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനമടക്കം നിരോധിച്ച ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു നേരിടുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതകളൊക്കെയുള്ള വിവിധ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ മരം ഒടിഞ്ഞു വീഴുന്നുള്ള പ്രതിസന്ധികളും വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുമളിയിൽ തമിഴ്നാട് മേഖലയിൽ തമിഴ്നാട് ബസ്റ്റാൻഡിൽ ഒരു മരം വീണ ആൾ മരണപ്പെട്ടതുൾപ്പെടെ 3 പേർ ഇപ്പോൾ മരം വീണ് മാത്രം മരിച്ച ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കുകുളത്തും പാമ്പാടുംപാറയിലും തൊഴിലാളികൾ ഈ മരം വീണ് മരിച്ചിരുന്നു. ഒപ്പം വട്ടവടയിൽ കനാലിൽ വീണുന്ന ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട് അതിർത്തിയിൽ ഉൾപ്പെട്ടതടക്കം 4 മരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലയിൽ സംഭവിച്ച ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിലെ സാഹചര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവിടെ ഈ അപകടങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിശക്തമായ മഴയാണ് മലയോര മേഖലയിൽ, ഹൈ റേഞ്ചിലൊക്കെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് തൊടുപുഴയിലേക്ക് പോകാം. PA സാഗർ ഉണ്ട് വിവരങ്ങളുമായി. സാഗർ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ സാഹചര്യം? തൊടുപുഴ മേഖലയിൽ അടക്കം വ്യാപകമായ മഴയാണ് ഇന്നലെ രാത്രി വരെ പെയ്തത്. എന്നാൽ ഇന്ന് രാവിലോടുകൂടി മഴയ്ക്ക് അല്പം ശമനം ആയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് ജില്ലയുടെ എല്ലാ മേഖലകളിലും തന്നെ പെയ്തത്. പ്രത്യേകിച്ച് ലോ റേഞ്ച് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപകമായ ഒരു നാശനഷ്ടം ജില്ലയിൽ ഒട്ടാകെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു, വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു, പലയിടത്തും നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കുമളിയിൽ വൈകിട്ടോടെ ലോറിക്ക് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒട്ടേറെ വീടുകളാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇടുക്കിയിലുണ്ടായ മഴയിൽ തകർന്നത്. ഏകദേശം 24 മണിക്കൂറിനിടെ ഉണ്ടായ മഴയിൽ 62 വീടുകളാണ് തകർന്നത്. ഇതിൽ 6 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾ ഭാഗികമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ജില്ലയിലേക്കുള്ള കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ അണക്കെട്ടുകളുടെ കാര്യമാണ്. 4 അണക്കെട്ടുകളാണ് ജില്ലയിൽ കനത്ത മഴയിൽ തുറന്നു വിട്ടിരിക്കുന്നത്. മലങ്കര, പാമ്പള, കല്ലാർകുട്ടി, പൊന്മുടി അണക്കെട്ടുകളാണ് മഴയുടെ പശ്ചാത്തലത്തിൽ തുറന്നിരിക്കുന്നത്. കാരണം അണക്കെട്ടിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ട്. ഈ നീരൊഴുക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡാമുകൾ തുറന്നുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ അടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്നുകൂടി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമുകളുടെ കാര്യത്തിലേക്ക് എത്തിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 127.85 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2341.48 അടിയാണ്. മറ്റു ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും PA സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കനത്ത മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശൂർ, പാലക്കാട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധിയുള്ളത്. അങ്കണവാടികൾ മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. കലാ, കായിക, മത പഠനശാലകൾക്കെല്ലാം ഈ അവധി ബാധകമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇത് മാറ്റമുണ്ടാകില്ലെന്ന് ഈ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ MG യൂണിവേഴ്സിറ്റി ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി ഇന്നലെ രാത്രിയോടുകൂടി അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു.
ശക്തമായ മഴയിൽ ഇടുക്കി അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. അയ്യപ്പൻ കോവിൽ, ഹെവൻ വാലി, പുല്ലുമേട്, ചപ്പാത്ത് ഭാഗങ്ങളിലാണ് വീടുകൾക്ക് നാശമുണ്ടായത്. ഹെവൻ വാലി പാറയ്ക്കൽ പുഷ്പം ഹൃദയരാജന്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് പൂർണ്ണമായും തകർന്നു. പുഷ്പത്തിന്റെ മകൻ സുരേഷും ഭാര്യയും 7ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുല്ലുമേട് പുതുവൽ സെൽവിയുടെ വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു. ചപ്പാത്ത് സിമന്റ് പാലത്തിന് സമീപം മുണ്ടവിളയിൽ തങ്കരാജിന്റെ വീടിന്റെ പിന്നിൽ മണ്ണിടിഞ്ഞു വീണു. അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, ആനവിലാസം അയ്യപ്പൻ കോവിൽ വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി 2 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടുക്കിയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടുക്ക് ഇത്തരത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നു, പൂർണ്ണമായും തകർന്നു എന്നൊക്കെയുള്ള ദുഃഖകരമായ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത്.